ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ കഥയോ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്ന ആരുമായി യാതൊരു ബന്ധവുമില്ല. അഥവാ ഈ കഥ ഈ വീട്ടിലെ കാരണവത്തി അനുവുമായി എന്തെങ്കിലും ബന്ധം തോന്നിയാൽ തികച്ചും യാദൃശ്ചികം മാത്രം. അതെ, ലാലേട്ടനും മമ്മൂക്കയും മലയാള സിനിമയിലേക്ക് കത്തിക്കയറി വരുന്ന കാലം. കുഞ്ചാക്കോ ബോബൻ ഒന്ന് 7 വയസ്സ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടുപറമ്പിലെ ഗ്രഹം ചേട്ടനും ലസി ചേച്ചിക്കും ഒരു കുഞ്ഞു സുന്ദരി പിറക്കുന്നത്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ കഥയുടെ പേരാണ് വീട്ടുപറമ്പിൽ അച്ഛമ്മോ അഥവാ അണുമോ വീട്ടുപറമ്പ്. നല്ല നാള് പിറന്നാള് വെച്ചതാണീ ഇന്ദ്രിപ്പം തലപ്പാവ്. ഇത് ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ. ഇതെന്താ മെഗാ സീരിയൽ അനൗൺസ്മെന്റോ? എന്റെ കഥയല്ലേ, ഞാൻ പറഞ്ഞു. ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി ചക്കരമുത്തം താമി കൺമണി കണ്ണാമ്പത്താൻ മാറി മീൻമണി മാളിക വീട്ടിലെ മേലാക്കി അമ്മയുടെ മഞ്ഞത്ത് തന്റെ കിളിമിണി തന്റെ മാത്തു കിലുകിലുക്കാൻ ചെപ്പേ കിങ്ങിണി ചിരിക്കുടുക്കേ അല്ലിട്ടേൻ മണി. പിന്നെ ഇതിൽ മെയിൻ ക്യാരക്ടർ റോള് ചെയ്യാൻ വേണം സ്വാമിക്ക്. കഥ മുഴുവൻ അരുവേറ്റും ചെയ്യണം. കഷ്ടപ്പെട്ടേ കോപ്പി അടിച്ചാണേലും ഈ സ്ക്രിപ്റ്റ് ഏതാങ്കിലേ നരേഷൻ ചെയ്യാനും എനിക്കറിയാം. ഇല്ലെങ്കിൽ തന്നെ നീക്ക് മെയിൻ റോള് കൊടുത്തില്ലെന്ന് പറഞ്ഞ് കേൾക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. എന്തേലും കാണിക്കും. അങ്ങനെ അവൾ വളർന്നു, കുമാരിയായി. പല പല മധുര കിനാവുകളും അവൾ കണ്ടു. അങ്ങനെ അവൾ കൗമാരം പിന്നിട്ട് വിവാഹപ്രായത്തിലെത്തി.
പലരും അവളെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ വീണില്ല. അത് അവൾക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നെന്ന് തിരിച്ചറിയാൻ ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. എനിക്കൊന്നും വേണ്ടാത്തേക്കനെ. എന്താ നമുക്കില്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ നമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടയ്ക്ക് ഇവൻ നിന്നെ ധാരാളം. മോള് ചെല്ലേ. എനിക്കൊരു പ്രശ്നമല്ല. By the way, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ഈ ഒരു ഒറ്റ വീമ്പ് പറച്ചിലാണ് ഞാൻ വീണ് പോയി. ഇതേ സമയം ഷൈജോയ്ക്ക് അനുവിനെ കണ്ടപ്പോൾ തോന്നിയത് അമ്പോ, ഈ പറയുന്നയാൾ പിന്നെ ഷാരൂഖ് ഖാൻ ആണല്ലോ. എന്നാൽ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായിട്ടും എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പുറത്ത് ആ കല്യാണം അങ്ങോട്ട് നടന്നു. ഇതിനായിരിക്കാം കാരണന്മാർ വരാനുള്ളത് വഴിയിൽ തന്നില്ല, ഏത് UK നിന്നും ഫ്ലൈറ്റ് പിടിച്ചു വരുമെന്ന് പറയുന്നത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഷൈജോയുടെ ഡിപ്പെൻഡൻ്റായി UK പോയ അനുവിൻ്റെ ഡിപ്പെൻഡൻ്റാക്കി ഷൈജോയെ ഓസ്ട്രേലിയയിൽ എത്തിച്ചു. അതെ, രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണല്ലോ പലപ്പോഴും വിധി. അങ്ങനെ ഇരിക്കെ ആ ദാമ്പത്യ വല്ലരിയിൽ 2 നറുമലരുകൾ ഉടലെടുത്തു. ഇവിടെ ഐ ലവ് യു മമ്മി എന്ന സോങ് പ്ലേസ് ചെയ്യാമെന്നുള്ള എൻ്റെ സജഷനെ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വലിയ പാടാ എന്ന സൗമ്യയുടെ ഒരൊറ്റ ഡയലോഗിൽ തളർത്തി കളഞ്ഞു. മറ്റേണിറ്റി ലീവെല്ലാം കഴിഞ്ഞ് ഒരു COVID-19 കാലഘട്ടത്തിൽ ജോലിക്ക് പോകുന്ന അനു വരുന്നുണ്ട് തള്ള എല്ലാം മൂടിക്കേട്ടി. സൗദിയിലാന്ന വിചാരം. ഇതിനും വല്ല പർദ്ദയിട്ടുണ്ടോ എന്തായിരുന്നു. ഇവിടെ മാസ്ക് പോലും ഇടാത്ത നമ്മള് ഡ്രസ്സിങ് ചെയ്യാൻ നിർത്തിക്കുന്ന ബ്രോയിലർ കോഴിനെ പോലെ ഉണ്ട്. പിറ്റേ ദിവസം കോവിഡ് കിട്ടി ഒരാഴ്ച ലീവും കഴിഞ്ഞ് വരുന്ന അനുവിനെ നോക്കി കൊളീഗ്സ്. തള്ള എന്തൊക്കെയായിരുന്നു. കവറ്, ഗൂഗിൾസ്, ഫേസ് ഷീൽഡ്, ഷൂ കവറ്, ഗൗണ്, ഗ്ലൗസ്, മാസ്ക്. എന്നിട്ട് ഇപ്പൊ എന്തായി?
നിന്നെ കണ്ട എന്റെ കല്യാണം തോന്നലോടി. ഈ സംഭാഷണത്തിന് ശേഷം അന്ന് തന്റെ വയസ്സിനെ കുറിച്ചൊന്ന് ഇരുത്തി ആലോചിച്ചു. ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പോ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത്. ഈ വർഷം 40 തികയുന്നു. പെട്ടെന്ന് മുറിയിൽ കയറി വാതിലടച്ച് ആരും കാണാതെ അവൾ എന്തായാലും 40 ആവുന്നു. ഇനി എന്നാ നോക്കാനാ? അരച്ചു പൊളിക്കാം. വിൻസ് ചേച്ചി, സൗമ്യേ, നയനെ, നീയെ എല്ലാരും വാ, നമുക്ക് തകർക്കാം. വാര വെച്ച് തിന്നു. ആ തടി ഇനി പോരട്ടെ. വെറുതെ ഇതൊക്കെ തിന്നാണ്ട് സിനിമ ചെയ്തത് എന്താ കാര്യം? എപ്പോഴാ തട്ടിപ്പോകുന്ന ആർക്കറിയാം. അതൊക്കെയായി നിങ്ങൾ സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല എന്നൊരു ജനസംസാരണ്ടേ. പ്രായമേറിയെന്ന് വെച്ച് ഫാഷൻ യുഗത്തിലല്ലേ നമ്മളെ കഴിയണേ. കാലത്തിനൊത്ത കോല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. എല്ലാരും ചേച്ചി ചേട്ടാന്ന് വിളിക്കും. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തൊഴി. ഇതൊക്കെ ഓർമ്മ കിട്ടാറേ. ആ, വേറൊരു ഐഡിയ കൂടിയുണ്ട്. വിൻസൻ ചേച്ചിനെ പോലെ ആക്റ്റീവായിട്ട് ചില്ലെന്നും പറഞ്ഞ് നടക്കാം. എല്ലാത്തിനും തല വെച്ചു കൊടുക്കാം. അപ്പോ ഏജ് ആയെന്ന് തോന്നില്ലല്ലോ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. പിന്നെ അനു, 40 കഴിഞ്ഞാൽ 2ാം കൗമാരാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. സോ കണക്കും പ്രകാരം യു ആർ ഓൺലി 13, സ്വീറ്റ് 13. പിന്നെ ഒരു ഐഡിയ കൂടി ഉണ്ട്. എൻ്റെ ട്രേഡ് സീക്രട്ട് ആണ്. പൊതുവെ ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല. പിന്നെ 40s ക്ലബിലോട്ട് കയറിയ സ്ഥിതിക്ക് പറയാം. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ യങ് ജനറേഷൻ്റെ ഫാഷൻ അപ്ഡേറ്റ്സ് അറിഞ്ഞിരിക്കണം. പറ്റാവുന്ന പോലെ അവർക്കൊപ്പം കോപ്രായങ്ങൾ കാണിക്കണം. പട്ടുപാവാട, മിഡി, ഫ്രോക്ക്, കുപ്പിവള, അങ്ങനെ യൂത്തന്മാർ അഥവാ കോളേജ് പിള്ളേരെ ട്രെൻഡ് പിടിച്ചിട്ട് വേണം നമ്മൾ മലയാളീസിന്റെ പരിപാടിക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ നമുക്ക് പ്രായമായിരുന്നു നമുക്കും വേറൊരു കുഞ്ഞിനും തോന്നരുത്. ഇനി അഥവാ നമ്മുടെ കയ്യിൽ പറ്റിയ ഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത തമ്മിൽ ചേരാത്ത പെയറിങ്ങുകൾ നടത്തണം. പുതിയ ട്രെൻഡാണെന്ന് വിചാരിച്ച് ആൾക്കാർ മിണ്ടാതെ വെക്കോളും. താങ്ക് യു കഴിഞ്ഞു.